ഓലത്തുമ്പിൽ ചാഞ്ചാടി നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി ഇന്ന് പതിവില്ലാതെ ഒരു റൊമാൻസ്. സംഭവം വേറൊന്നുമല്ല, നിന്റെ മുഖത്തിനൊന്ന് വല്ലാത്ത കാന്തി, കണ്ണുകൾക്ക് നല്ല തിളക്കം, നിനക്ക് നല്ല ശോഭയാണല്ലോ ഇന്ന്. ആണോ? അത് മൂന്നും അവിടെ നിക്കട്ടെ. നിങ്ങക്ക് എത്ര രൂപ വേണം? എത്ര രൂപയാണെന്ന് പറഞ്ഞാ നീ തരുവോ? അല്ല, എത്ര രൂപയാണെന്ന് അറിഞ്ഞാൽ അത്രയും രൂപ എന്റെ കയ്യിൽ ഇല്ലെന്നങ്ങ് പറയാലോ. തന്നെ എനിക്ക് 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം രൂപ? 1 ലക്ഷം രൂപയല്ല, 1 ലക്ഷം രൂപ. ജോലിക്കും കൂലിക്ക് പോവാതെ വീട്ടിനകത്തിരിക്കണം, നിങ്ങൾക്ക് എന്തിനാ 1 ലക്ഷം രൂപ? ഈ ജോലിക്കും കൂലിക്കും പോവാതെ വീട്ടിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഗെയിം കളിച്ചു. നീ നിനക്ക് പ്ലിങ്കോ എന്ന് പറഞ്ഞ ഗെയിം അറിയാം? എനിക്കും അറിഞ്ഞൂടാ, അങ്ങനെ പൈസ മൊത്തം പോകും. അതെ, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഗെയിം കളിച്ച് 1 ലക്ഷം രൂപ നിങ്ങൾ കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പണിക്ക് പോയി അങ്ങ് വീട്ടിയാ മതി. പറഞ്ഞാൽ മനസ്സിലായില്ല? എനിക്ക് പോവാനുള്ള സമയം. നീ ടൂറൊക്കെ പോവല്ലേടി, 1 ലക്ഷം രൂപ വന്നിട്ട് പോ. ഞാൻ ടൂർ പോണെങ്കിൽ അത് ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതുപോലെ ജോലി ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ കണ്ടവന്മാരുടെ അടുത്തൊന്നും പൈസ പോയി കടം ചോദിക്കരുത്. അപ്പൂപ്പൻ ഈ നാട്ടിൽ നിലയും വിലയും ഉള്ളൊരു മനുഷ്യനാണ്, അറിയാലോ. അപ്പൊ അപ്പൂപ്പനോട് ചോദിക്കട്ടെ 1 ലക്ഷം രൂപ. ചെന്ന് ചോദിച്ചാ ഇപ്പൊ അങ്ങ് എടുത്തിങ്ങ് തരും. കണ്ട, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോവരുത്. അടങ്ങി ഒതുങ്ങി അപ്പൂപ്പനെ നോക്കി ഇവിടെ വീട്ടിൽ ഇരിക്കണം, അറിയാലോ. അപ്പൂപ്പന് 90% കണ്ണ് കണ്ടൂടാ, പിന്നെ 10% കാണാം, അതും കണ്ണാടി വെച്ചാ മാത്രം. അതുകൊണ്ട് അപ്പൂപ്പനെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. 1 ലക്ഷം രൂപ? 1 ലക്ഷവും ഇല്ല. ബാഗ് ദാണ്ട തോളിലിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ടുതരാം. 2 ദിവസം 1 ലക്ഷം. ഞാൻ പൊക്കോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടാ, എന്തുവാ? നീ ഇങ്ങനെ ബാഗ് തൂക്കി പോകുമ്പോഴേ മഞ്ജു വാര്യർ കണക്കിരിക്കണം. നോക്ക്, അതെനിക്കറിയാം. എവിടെ നിന്ന് ഇനിയിപ്പോ 1 ലക്ഷം രൂപ? എവിടെന്ന് ആരുടെ? തുറന്ന് കയറി വാടക ഇങ്ങോട്ട്. സുമേഷേ, നീ എന്നെ മറന്നാടാ? കുമാര, നിനക്ക് വേറെ ഒരു ജോലി ഇല്ലടാ? അതല്ല, ഞാൻ നീ ഒരുമിച്ചാണ് പഠിച്ചത്. അത് നീ ഇടയ്ക്ക് മറക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. അല്ല, ഞാനൊരു ഫ്ലെക്സ് വെക്കാം, നീ ഞാനും കൂടെ ഒരുമിച്ച് പഠിച്ചത് ജംഗ്ഷനിൽ വെച്ചാൽ മതിയാടാ. അതല്ലടാ, ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോഴേ എന്റെ പഴയ ട്രങ്ക് പെട്ടി തുറന്നു. അപ്പൊ ഞാനും നീ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴേ ആ ഫോട്ടോയിൽ നിന്നെ കാണാൻ എന്തൊരു അഴകടാ, എന്ത് ചന്തോടാ, എന്ത് ഗ്ലാമറടാ. നിനക്കിപ്പോ എത്ര രൂപയുടെ ആവശ്യം? 10,000. എടാ, ഞാനിവിടെ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അറിയാമോ? അപ്പൊ ഞാനത് ഇവിടെ പോകുന്നുണ്ടോ 10,000 രൂപ കൊണ്ട് വന്നേക്കണം. സുമേഷേ, ഓ, എന്റെ കണ്ണാടി എവിടെ വെച്ചിരിക്കുന്ന? 2 കണ്ണിന്റെ ഇടയില്. അപ്പൊ ഇവിടെ ഉണ്ടാ? ഉണ്ട്. ഇപ്പോഴും 10% കാണാൻ പറ്റുള്ളൂ. 10 ഇല്ല, ഇപ്പം 8.5 ഉള്ളെന്നാണ് എനിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കളവ് എന്നെ കാണുമ്പോഴാണ് വഴക്ക് പറയണത്? നീ നിന്റെ ഭാര്യ വല്ലതും പറഞ്ഞാ? ഞാൻ ഒരു ദിവസം വഴക്ക് പറഞ്ഞ. അതുകൊണ്ടാണ് സ്ത്രീകളെ വഴക്ക് പറയുകയോ മോശം പറയുന്ന ഇഷ്ടമേ അല്ല. തന്നെ ഞാൻ ഒരു ദിവസം ദേഷ്യപ്പെട്ട് നോക്കിയെന്ന് പറഞ്ഞ് 3 ദിവസം എന്നെ വെളിയിറക്കി നിർത്തി. പിന്നെ അവളെ കാലും കൈയും പിടിച്ചാ ഞാൻ അകത്ത് കയറിയത്. പുള്ളി എന്ത് ഇങ്ങനെ? എടാ, എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലങ്കേ നായരെ വീട്ടിൽ പോയി ബോംബ് പറഞ്ഞ മനുഷ്യനാണ്. അപ്പം പണ്ടൊരു സിനിമ കാണാൻ പോയി. ആ സിനിമയില് ബാലങ്കേ നായർ നായികയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ട്. പുള്ളിക്ക് പിടിക്കുവോ? പുള്ളി അടുത്ത നിമിഷം കാറ് പിടിച്ച് ചെന്നൈക്ക് പോയിട്ട് ബാലങ്കേ നായരെ വീട്ടിന് ബോംബ് പറഞ്ഞു. പൊന്നെ, വല്ലാത്തൊരു കളവം തന്നെ. സ്ത്രീകളെ ഇത്രയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു കേറി. ഈ പോട്ടെ, അവിടെ നില്ല, കണ്ണ് കണ്ടുകൂടാ. ഉമാഷേ, ഉമാഷേ, നീ വന്നേ. ദാ വിളിച്ചോണ്ട് പോണു. ചാച്ചനൊരു കാര്യം പറയാം. ഡബിങ്ങും ചെയ്യണമല്ലോ നീ. അവള് സാധനമൊക്കെ ആയിട്ടാണോ ടൂറിന് പോയത്? എല്ലാ സാധനമായിട്ടാ പോയെ. അവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാനോ പോയിരിക്കുന്നത്? റെയിൻകോട്ട് ഇട്ടാ വിട്ടെ. ആണോ? അതെ, വെള്ളച്ചാട്ടം കാണുമ്പോ ഒന്ന് കുളിക്കാൻ തോന്നും. അപ്പൊ ഇതൊക്കെ എടുക്കാനും പിടിക്കാനും ഒക്കെ ക്യാമറയൊക്കെ ആയിട്ട് പലരും അവിടെ വരും. അപ്പൊ ഇത് മുഴുവൻ എയറിലോട്ട് അങ്ങ് പോകും, ജീവിതം കോഞ്ഞാട്ടാകും. അതുകൊണ്ട് അവള് ഈ റെയിൻകോട്ട് ഇട്ട് കുളിക്കുന്ന അത് സേഫ്റ്റി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യമാ. അതുകൊണ്ടാ എന്റെ പെരക്കകത്ത് ബാത്റൂമിൽ ആരോ കൊണ്ട് ക്യാമറ വെച്ചു. ഞാനത് തല്ലി പൊട്ടിച്ച് കളഞ്ഞോ. അയ്യോ, ബൾബില്ലാത്ത ഹോൾഡർ അടിച്ചു ചേർത്തത് അച്ചാച്ചനാ. എന്താ പറഞ്ഞ? അല്ല, ഒന്നുമില്ല. പിന്നെ മോനെ, എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് എന്താന്ന് വെച്ചാല്, പിന്നെ മോനെ, അതായത് അത് എന്നോട് പറയുന്നത് ഒരു മലയാളിക ഉണ്ടെങ്കിൽ ഞാനത് പറയാം. എനിക്ക്
ഈ കവര വേണം കാണണം. ആഗ്രഹം. അതെ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. ഈ മൊബൈലിൽ ഒരു ക്യാമറ ഉണ്ട്, പിന്നെ വീഡിയോ ക്യാമറ ഉണ്ട്, പഴയല്ല ഫിലിം ഇടുന്ന ക്യാമറ ഉണ്ട്, ഇപ്പൊ ഡിജിറ്റൽ ക്യാമറ, സിനിമ പിടിക്കുന്ന ക്യാമറ. അപ്പാപ്പന് ഏത് ക്യാമറയാണ് കാണേണ്ടത്? അതൊന്നും വേണ്ട, അതൊക്കെ നീ എടുത്തോ. എനിക്ക് കവര കവര കാണണം. നീ 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 എന്റെ ജീവൻ അതിൽ നീ എന്നും എന്റെ പാടി കേഴുമ്പോഴും അതെ, എനിക്ക് അത് കാണണം. അല്ലല്ല, എവിടെയെങ്കിലും ഒക്കെ കോച്ചി പിടിക്കും നിക്കി അവിടെ പറയാ. അതെ, അപ്പൊ എനിക്കൊരു ഡൗട്ട്. ഈ ബാലങ്കേ നായരെ വീട്ടിൽ പോയി ബോംബിട്ടത് എന്തിനായിരുന്നു? ഞാൻ ഈ ബലാസംഗം കണ്ടിട്ട് എനിക്ക് അങ്ങ് അസൂയ മോത്തു. എനിക്കിതുപോലെ അഭിനയിക്കാൻ പറ്റുന്നുള്ള ഒരു വലിയൊരു ചാള്യത. ഞാൻ ബോംബെടുത്ത് മറ്റാതെ ചെന്ന് ഒട്ടേറെ പൊട്ടിച്ചത്. അതിന്റെ കേസ് മിനിഞ്ഞാന്നാ കഴിഞ്ഞത്. വെറുഞ്ഞരമ്പല്ല, വെരിക്കോസ്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഈ ക്യാമറയൊന്നും ഇല്ല, പിന്നെ ബെല്ലി ഡാൻസ് ഒക്കെ ഉള്ളു. അതൊക്കെ അങ്ങ് ദുബായിലേ ഉള്ളു, ഇവിടെ ഇല്ല. പ്രായമായി ഞാൻ അങ്ങനെ ദുബായിക്ക് വരും, പ്ലെയിനൊക്കെ അറിയാം, എനിക്ക് തലകറങ്ങും. എനിക്കത് പറ്റില്ല. എനിക്ക് ഇവിടെ എന്റെ ഭവനത്തിൽ കാണിക്കാൻ പറ്റുമോ നിനക്ക്? ഇവിടെ ഒന്നും പറ്റൂല, ആൾക്കാർ അറിഞ്ഞാൽ നാണക്കേടാണെന്ന്. നടക്കില്ല. അഥവാ നീ നടത്തി തന്നാൽ നിനക്ക് ഞാൻ ചോദിക്കുന്ന ഇരട്ടിയായിട്ട് തരും. ഞാൻ എന്ത് ചോദിച്ചാലും തരുവോ? ഇരട്ടി തരും, ഇരട്ടി തരുവോ? തരും. 1,00,000 രൂപ ചോദിച്ചാലാ? 2 ലക്ഷം രൂപ തരാം. നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? നോക്കാം. നോക്കാതല്ല, പറ്റണം. പറ്റിക്കാം. 2 ദിവസം കഴിയുമ്പോ ആ പെങ്കൊച്ചോട് വരും. അതിന് മുമ്പ് കാര്യങ്ങൾ നടക്കണം. ഞാൻ പോയി റെഡി ആകാം, നീ എന്നാ ചെയ്യാ. അയ്യോ കുമാരടാ ഞാൻ അത്രക്കാരനല്ല, അതല്ല, കുടുംബത്ത് പറഞ്ഞവനാണ്. നിനക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ടോ? എന്താവശ്യമുണ്ട് ഞാൻ ചെയ്യൂല. എവിടെന്നെങ്കിലും ഒരു സ്ത്രീയെ സംഘടിപ്പിച്ചു. എന്നെ കൊണ്ട് പറ്റൂല. നീ മിണ്ടായി. ഒരു ചെറിയ ക്യാമറ, മിനിയേച്ചർ മതി. നിനക്ക് എന്താ ഭ്രാന്താടാ? മക്കളവന്റെ കൂടെ നീ കൂട്ടിപ്പിടിച്ച് ഓരോ 25,000 രൂപടാ. അന്തസ്സുള്ള കുടുംബത്തോടാണ് ഞാൻ, മനസ്സിലായ? 50,000 രൂപടാ. എത്ര തരം ഞാൻ ഇതിന് നിൽക്കൂല. അന്തസ്സില്ലാത്ത കുടുംബം ക്യാമറ ഉണ്ടാക്കാൻ മേല. കുമാര 60,000 രൂപടാ. അയ്യോ, പൈസയുടെ ആവശ്യമുണ്ട്. പൈസ കിട്ടിയില്ലെങ്കിൽ ഇന്ന് എന്റെ തലവെട്ടി കയറ്റി തുണിയില്ലാത്ത പടം നാട്ടുകാർ മൊത്തം ലാപ്പുകാരന്മാര്. ഒരു ക്യാമറ കളിക്കാൻ ഈ പഞ്ചായത്തിലൊരു മനുഷ്യ ഇല്ലേ? ಇದು ನವ ಸುಮಸರವಲ ಇದಲಹರಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭು കുമാർ. നീ ഇവിടെ ഒന്ന് എന്തൊക്കെയാ പ്രസംഗിച്ചിട്ടൊക്കെ പോയിട്ട് പണി എടുത്തു കഴിഞ്ഞ് 25,000 കിട്ടൂല. ഇതാകുമ്പോഴത്തേക്കും പുള്ളി കണ്ണുണ്ടല്ല, 10 മിനിറ്റ് കളിച്ച 10 പൈസ കിട്ടും. അയ്യോ, 10,000 രൂപ കടമായപ്പോ ഈ അവസ്ഥ. നിനക്ക് 2 ലക്ഷം രൂപ കടവാങ്ങാനും വന്നിരുന്നെങ്കിൽ ഞാൻ കളിക്കുമല്ലേ? കളിക്കാം. പക്ഷേ താടി പുള്ളി ക്യാമറ കാണുന്നല്ലേ പറഞ്ഞത്. പുള്ളി എന്തായാലും മുഖത്തോട്ട് നോക്കുന്ന എനിക്ക് തോന്നില്ല. ഇല്ലല്ലോ. ഓക്കേണ, നീ സെറ്റാണ്. ചാച്ചോ, ചാച്ചോ, ക്യാമറ സെറ്റ്. ഞാൻ റെഡി. ചന്ദനശിലകളിലമ്പിളി തഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. നമ്മൾ പണ്ടാടണം മണ്ണിലീ ജീവിതം, പണ്ടാടണം. ജീവിതമുലകിൽ പായുമ്പോഴും യൗവനമുടലിൽ
മതി എവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് മതി അവള് പോയോ സുമാഷേ നമ്മുടെ ഭവനത്തിൽ ഒരു പെൺകുട്ടി വന്നതല്ലേ ഓ കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുക്കണ്ടേ ഞാൻ അകത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം. അകത്തൊന്നുമില്ല നീ പുറത്തെ കടയിൽ പോയി കഴിക്കാനും കുടിക്കാനും മേടിച്ചോളൂ ഏത് കടയിൽ? ഇവിടെ അല്ല അങ്ങ് സൈക്കിളൊന്നും വണ്ടിയൊന്നും എടുക്കണ്ട അങ്ങ് ദൂരെ നടന്ന് പതുക്കെ പോയിട്ട് വാ അപ്പൊ അതുവരെ അതുവരെ ഞാൻ ഈ കൊച്ചും കൂടെ മിണ്ടിയും പറഞ്ഞു നോക്കെ ഇനി ഇരിക്കാം പൊക്കോ വേഗം പൊക്കോ ബ്രെഡോ ജാമോ എന്നാ കൊണ്ടുപോവാ പോ അയ്യോ എവിടാ വീട് ആരാ ഇതൊക്കെ പഠിപ്പിച്ചത് എങ്ങനെ പഠിച്ചു ഇതൊക്കെ അയ്യോ നമുക്ക് അവിടെ ഇരിക്കാം അകത്തോട്ട് വാ ആയിക്കോട്ടെ മോടെ പേര് പറഞ്ഞില്ലല്ലോ പേര് പറ ഇവൻ ഇത്ര പെട്ടെന്ന് എടാ ഇവൻ ബ്രെഡ് മേടിച്ചാൽ ഇത്ര പെട്ടെന്ന് വന്നോ ഞാൻ പോയില്ല. പോയില്ലേ? നീ എവിടെ ഞാൻ ഇവിടെ ഉണ്ട്. നീ എന്നാ പോകാത്തത് ഞാൻ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് പോയില്ല. എടാ ഗോളിബിൽ അടിക്കുന്നു ചെല്ലു നോക്ക് എടാ കുമാരൻ ഒന്ന് പോയി നോക്കടാ. ആണോ? അല്ലല്ല കുമാറാണോന്ന് ഞാൻ പോയി നോക്കാന്ന്. ആ, നീ പോയി നോക്ക പോയി നോക്ക് പേടിക്കണ്ട ഞാനുണ്ട് കൂടെ അയ്യോ അയ്യോ ഏ? ധന്യ എവിടെ അവള് പോയില്ല അവള് അയ്യോ ഒരു കഴിഞ്ഞ് നീ വന്നേ എടാ ഞങ്ങളെ പിടിക്കപ്പെടും ഞങ്ങൾ രണ്ടിനെയും ബാത്റൂമിൽ കൊണ്ട് കുത്തിയിട്ടിട്ട് 3 ദിവസം കഴിഞ്ഞ് തുറക്കാൻ പറ്റും ചാച്ചനായി പോയി, അല്ലെങ്കിൽ മുട്ടുകേറ്റ് ഒരു ഇടിയൊന്നാവുണ്ടല്ലോ. സുമേഷേട്ടാ അയ്യോ അയ്യോ എന്തോ ഇത് പൈസയൊക്കെ എങ്ങനെ എടുത്തിട്ടേക്കുന്നേ? അത് പൈസ വെച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു വെപ്രാളം. അപ്പപ്പാ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലടാ എന്നാന്നറിയോ, ഞങ്ങള് ടൂർ പോയില്ലേ, പകുതി വഴിയിൽ വെച്ചിട്ടേ എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ പിന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഇങ്ങ് പോന്നു. ഇനി വേറൊരു ദിവസം പോവാന്ന് പറഞ്ഞു. കണ്ട സമയം അപ്പൊ പിന്നെ എന്തായിരുന്നാലും ഇനിയിപ്പോ മരണത്തിന് പോകണല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് സുമേഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ട് പോവാന്ന് ഓർത്ത്. എനിക്കാണെങ്കിൽ മരണമൊക്കെ കേട്ടപ്പോ എനിക്ക് അപ്പാപ്പനെ ഓർമ്മ വന്നു. അതോ ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങ് പോകുന്നത്. മോളൊരു കാര്യം ചെയ്യും മരണത്തിന് അവനും കുട്ടി വേഗം പെട്ടെന്ന് അങ്ങ് പൊക്കോ പോയിട്ട് മരണമെല്ലാം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് അവരെ സ്വാധീനപ്പെടുത്തി ഒരു 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അല്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അല്ല, അപ്പോഴേ ബോഡി കൊണ്ടുവരത്തുള്ളൂ. പൊക്കോ എന്തിനാ 2 മണിക്കൂർ കുഴപ്പമില്ല, 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോളാം. എന്തോ അപ്പൊ ഇവിടെയൊക്കെ അവനെ അപ്പൊ 1 മിനിറ്റ് മാറി എന്നതാ ഇതാരുടെ കൊലുസ്? ചാച്ചന്റെ. ഇതാരുടെ കൊലുസെന്ന് എന്റെ സത്യം പറ, ഇതാരുടെ കൊലുസ്? അതെ മോളെ മോക്ക് വേണ്ടി അവൻ വാങ്ങിച്ച കൊലുസാണ് ആ കൊലുസാ. ഈ കൊലുസോ? ഒരു കൊലുസിട്ടിട്ട് ഞാൻ എങ്ങനെ നടക്കും? അയ്യോ ഇപ്പോഴത്തെ ഫാഷനാ, ഒരു കൊലുസെടുത്തതാ ഇവിടെ കെട്ടണം, ഇങ്ങനെ നടക്കണം. നല്ല രസമായി. സത്യം പറ, ഞാൻ ഇവിടെ നിന്ന് പോയ നിമിഷം നോക്കി നിങ്ങൾ ഏവളെ ഇവിടെ വിളിച്ചു വരുത്തുന്ന എനിക്ക് ഇപ്പൊ അറിയണം. ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടി ഇവിടെ, ഇറങ്ങി വാടി ഇവിടെ. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇറങ്ങി വാടി മൂദേവി, തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരടി നീ? ആരടി? സത്യം പറ. അയ്യോ എന്റെ മാപ്പിള പിഴച്ചു പോയി. എന്റെ മാപ്പിളെ നശിപ്പിക്കാൻ വന്നോളെ. പറയടി, നിന്റെ മുഖം കാട്ടടി. ഊരടിയത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി. ഓടിപ്പോയപ്പോ പോകല്ലേ പോകല്ലേ. ആ പെണ്ണുപിള്ളേരെ പുറകെ ഓടിയത്. ഏത് പെണ്ണുപിള്ള? ഇപ്പൊ ഇറങ്ങിപ്പോയ പെണ്ണുപിള്ള. എനക്ക് ഭ്രാന്താണ്. എടി അത് പെണ്ണുപിള്ളൊന്നുമല്ല, അത് കുമാറാണ്. കുമാരോ? സംശയം ഉണ്ടാ? ഇപ്പൊ തെളിയിച്ചു തരാം. അയ്യോ ഹലോ കുമാറേ, നിന്റെ ജീവനുണ്ടോടാ? എടാ നീ ധന്യയോട് ഒന്ന് പറയടാ, നീയാണ് വേഷം കെട്ടി വന്നത്, ഒന്ന് പറയടാ നീ. എന്റെ പൊന്ന് തന്നെ,
നിന്റെ അപ്പൂപ്പനെ ക്യാമറ ഡാൻസ് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പെൺവേഷം കെട്ടി വന്നതാണ്. അല്ല അവൻ വിളിച്ച് കയറ്റിയതല്ല. അയ്യോ എന്നിട്ട് എന്റെ അപ്പാപ്പ നിന്റെ പുറകെ വന്നിട്ടുണ്ട്. എന്റെ പുറകെ ഉണ്ട്. ഞാൻ ബസ്സിൽ കയറിയപ്പം ബസ്സിന്റെ ഫുട്ബോൾ തൂങ്ങി കിടക്കണം. അപ്പൊ പോയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയപ്പം ഓട്ടോയുടെ പുറകെ ഓടുന്നു. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി തെങ്ങിന്റെ മണ്ടയിൽ കയറിയപ്പോ എന്നെ എറിഞ്ഞാൽ നോക്കണം. കുമാരേ, നിന്റെ നഖമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാടാ. എന്റെ അപ്പാപ്പനെ പറ്റി എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ അപ്പാപ്പന്റെ ഒരു പേജ് മാത്രമേ നീ വായിച്ചിട്ടുള്ളൂ. മറുപേജ് വായിച്ചു നോക്കണം. കാപാലികനാണ്, കാപാലിക. അറിയാവോ, 2 ലക്ഷം രൂപയുടെ ആവശ്യം കൊണ്ടാണ് ഞാൻ അറിയാണ്ട് ഇതിന് നിന്നുപോയി. അവന്റെ അവസ്ഥ എന്താവോ? നിങ്ങൾ ഇത്രയും വലിയ മണ്ടനായി പോയല്ലോ. എന്തോന്ന് അപ്പാപ്പൻ അങ്ങനെ 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വേഷം ഇട്ടങ്ങ് കളിച്ചാ പോരായിരുന്നോ? എവിടെയെങ്കിലും കിടന്ന കുമാർ വന്ന് വേഷം കെട്ടിയപ്പോ ഈ അവസ്ഥ. ഞാനാകാനും വേഷം കെട്ടിയിരുന്ന ഈ മുടി പോലും അങ്ങനെ എനിക്ക് ബാക്കി തരൂലായിരുന്നു. അറിയാവോ? ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇതെന്തുവാ? ഇത് അവളുടെ മുടിയാ. ഈ മുടി തപ്പി അവളോട് വരാതിരിക്കത്തില്ല. അന്നേരം ഞാൻ പോക്കും, അവളെ ഞാൻ പോക്കും. എനിക്ക് കാമത കാണണോ? അപ്പാപ്പ!